നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. സിറിയയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയാണ്. അസദ് സർക്കാരിന് കാലിടറുന്നു. വിമതർ ഇപ്പോൾ ഹമ എന്ന വലിയൊരു പട്ടണം കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ്. റഷ്യ സഹായത്തിനുണ്ടെങ്കിലും ഇറാൻ പൂർണ്ണ പിന്തുണയുമായിട്ടുണ്ടെങ്കിലും അസദ് സർക്കാരിന് വിമതരോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവർ ഡമാസ്കസിനടുത്തേക്ക് പോകുമോ എന്നുള്ളതാണ്. വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സിറിയ. ബഷർ അൽ അസദിന്റെ ഭരണകൂടം താഴെ വീഴും എന്നാണ് ഇപ്പോൾ ലോക നിരീക്ഷകർ പറയുന്നത്. കാരണം ഹമ എന്ന ഇപ്പോൾ വിമതസേന പിടിച്ചെടുത്തിരിക്കുന്ന ഈ പട്ടണം ദമാസ്കസിൽ നിന്ന് വെറും 200 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഹമ പിന്നിട്ട് ഇപ്പോൾ അവർ ഹോംസിലേക്ക് മുന്നേറുകയാണ്. ഹോംസിൽ നിന്ന് പിന്നീട് ദമാസ്കസിലേക്കുള്ള ദൂരം 175 കിലോമീറ്റർ താഴെയാണ്. ദമാസ്കസിന് തൊട്ടടുത്ത് നിൽക്കുന്നു. നേരത്തെ അലപ്പോ നഗരം ഏകദേശം 350 കിലോമീറ്റർ അകലെയുള്ള അലപ്പോ നഗരം പിടിച്ചെടുത്ത വിമതസേനയെ തുരത്തും എന്ന് ആദ്യം അസദ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക സൈന്യം തങ്ങൾ പിൻവാങ്ങുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാണ് പിന്നീട് അവർ ഹമ കേന്ദ്രീകരിച്ച് സൈനിക കേന്ദ്രീകരണം നടത്തിയത്. പക്ഷേ ഹമ എന്ന പട്ടണം കൂടി ഇപ്പോൾ വിമതസേന പിടിച്ചടക്കുമ്പോൾ സൈന്യം പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ വീണ്ടും പിൻവാങ്ങുകയാണ്. നിരവധി സൈനികരെ കൊലപ്പെടുത്തി. വിമതസേന ഔദ്യോഗിക സേനയേക്കാൾ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹമ നഗരത്തിലെ ജയിൽ അവർ കൈയടക്കി. ജയിലിലെ തടവ് പുള്ളികളെ മോചിപ്പിച്ചു. ക്രിസ്ത്യൻ പോലെ ഷിയ വിഭാഗം പോലെ ന്യൂനപക്ഷങ്ങളേറെയുള്ള ഒരു പ്രദേശമാണ് ഈ ഹമ പ്രവിശ്യ. നേരത്തെ ഇദ്ലിബ് കേന്ദ്രീകരിച്ച് തങ്ങളുടെ ശക്തി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന HTS എന്ന വിമതസേനയാണ് ഇത്തരമൊരു മുന്നേറ്റം ഇപ്പോൾ മുഖ്യമായി നടത്തുന്നത്. പക്ഷെ ഭയപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി അതിന് പിന്നാലെയുണ്ട്. തുർക്കിയുടെ പിന്തുണയോടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു വിമത ഫോഴ്സ് ഉണ്ട്. അവർ ശക്തമായി ഇപ്പോൾ HTSനൊപ്പം ചേർന്നിരിക്കുന്നു. അത് കൂടുതൽ അപകടകരമാണ്. മറുവശത്ത് അലപ്പോ നഗരത്തിന് വടക്കു ഭാഗത്ത് അമേരിക്കയുടെ പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഉണ്ട്. അവർ കുർദ് സേനയെ നയിക്കുന്നവരാണ്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് മുൻപ് ISISനൊക്കെ കീഴ്പ്പെടുത്തിയ കുർദ് സേന ഇന്ന് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന അമേരിക്കൻ പിന്തുണയിൽ ആണ് ആ വിമത സേന നിൽക്കുന്നത്. ചുറ്റും വിമത സൈന്യം വളഞ്ഞു നിൽക്കുന്ന അസദ് ഭരണകൂടം എപ്പോൾ താഴെ വീഴും എന്നുറ്റു നോക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. അതിനിടയിൽ ഇസ്രയേലിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ഹിസ്ബുള്ളയുടെ ദൂതൻ, സിറിയൻ ദൂതനെ അവർ ദമാസ്കസ് എയർപോർട്ടിന് തൊട്ടടുക്കൽ വെച്ച് ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തി. മിസൈൽ ആക്രമണമാണ് നടത്തിയത് ഒരു കാറിന് നേർക്ക്. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങൾ തലപൊക്കിയാൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായി ആഞ്ഞടിക്കുന്ന ഇസ്രയേൽ ഒരു വശത്ത്, മറുവശത്ത് ഇറാന്റെ സൈനിക കേന്ദ്രീകരണം കൂടുതലായി സിറിയയിലേക്ക് ഉണ്ടാകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്, ഇറാന്റെ സൈനിക സാന്നിധ്യം സിറിയയിൽ വേണ്ട, അത്തരം സൈനിക സാന്നിധ്യം ഉണ്ടായാൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ നൽകുന്നത്. അപ്പോൾ വിചിത്രമായ കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു, സിറിയയിൽ പെട്ടെന്ന് വിമത സൈന്യം തലപൊക്കിയതിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഗൂഢാലോചനയുണ്ട്. അതിനവർ മുഖ്യ കാരണമായി പറയുന്നത് ഇപ്പോൾ HTSന്റെ കയ്യിലുള്ള ഈ പടക്കോപ്പുകളും ആയുധങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. കാരണം ടാങ്കുകളും പീരങ്കികളും മോർട്ടാറുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ്. ഒരു വിമതസേന ഔദ്യോഗിക സൈന്യത്തെക്കാൾ കൂടുതൽ ആയുധങ്ങൾ കൈവശം വച്ചിരിക്കുന്നു. ഇതെവിടെ നിന്ന് അവർക്ക് കിട്ടി? ഇതിൽ മറ്റു ചില തലങ്ങളുണ്ട്. ഇദ്ലിബ് കേന്ദ്രീകരിച്ച് സിറിയക്ക് വലിയ എണ്ണ നിക്ഷേപമുണ്ട്. ഈ മേഖല വിമതസേനയുടെ കയ്യിലായിരുന്നു. അപ്പോൾ വലിയ തോതിൽ എണ്ണ നിക്ഷേപത്തിൽ നിന്ന് പണം കൊയ്യാനും അത് ആയുധങ്ങളാക്കി കൺവേർട്ട് ചെയ്യാനും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർക്ക് കഴിഞ്ഞു. സിറിയ പല രാജ്യങ്ങളുടെയും കണ്ണിലുടക്കിയത് സിറിയയിലെ ഈ എണ്ണ സമ്പത്ത് കണ്ടിട്ടാണ്. പക്ഷെ അതിൽ ഹതഭാഗ്യനാണ് അസദ്. കാരണം അസദ് കൈവശം വെച്ചിരിക്കുന്ന ഔദ്യോഗിക സിറിയൻ ഭരണകൂടത്തിന്റെ കീഴിൽ വരുന്ന 2/3 സിറിയൻ പ്രദേശങ്ങളിൽ അത്രയേറെ എണ്ണ നിക്ഷേപമില്ല. എണ്ണ നിക്ഷേപം കൂടുതലുള്ളത് തുർക്കി അതിർത്തിയിൽ HTS കൈവശം വെച്ചിരിക്കുന്ന മേഖലയിൽ, തൊട്ടപ്പുറത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ കൈവശമുള്ള മേഖലയിലൊക്കെയാണ് ഇത്തരം എണ്ണ നിക്ഷേപമുള്ളത്. 250 കോടി ബാരൽ, അതിന്റെ പ്രത്യേക കണക്കുകളുണ്ട്. അത്രയേറെ എണ്ണ നിക്ഷേപമുള്ള വലിയ ഒരു രാജ്യം തന്നെയാണ് സിറിയ. അപ്പോൾ ഈ പണം, ഇതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ ഇതിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണു നടന്നു. വിമതസേന എണ്ണയിൽ നിന്ന് കൂടുതൽ
പണം സമ്പാദിക്കുന്നു. വിമത സൈന്യത്തിന് ആയുധ കള്ളക്കടത്ത്, മയക്കുമരുന്ന് ഇടപാടുകളൊക്കെ ഉണ്ട് എന്നാണ് അസദ് ഭരണകൂടം ആരോപിക്കുന്നത്. പക്ഷെ വല്ലാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ. ഇവിടെ ശ്രദ്ധേയമായ ചില തലങ്ങളുണ്ട്. ഒന്ന്, റഷ്യൻ സേനയുടെ ഏകദേശം 70,000-ഓളം സൈനികർ പല കേന്ദ്രങ്ങളിലായി സിറിയൻ മണ്ണിലുണ്ട്. അവർ നേരിട്ട് യുദ്ധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. HTSനെതിരെ വ്യോമാക്രമണം ആദ്യഘട്ടത്തിൽ ശക്തമായി തുടർന്നിരുന്നു. തുടർന്ന് റഷ്യൻ കരസേനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണി റഷ്യ മുഴക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യൻ സേനയും നിർജീവമായി. യുക്രൈനിൽ റഷ്യ ചില മുന്നേറ്റങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സിറിയൻ മണ്ണിൽ അവരുടെ സേന കുഴയുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇസ്രയേലിൻ്റെയും പാശ്ചാത്യ ലോകങ്ങളുടെയും ഒക്കെ ഏതെങ്കിലും തലത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ സംശയിക്കുന്നത്. ഇറാനും നിസ്സംഗമായി ഈ വിമത സേനയുടെ മുന്നേറ്റം നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഒരു 5 ദിവസത്തോളം പോരാട്ടം നടത്തിയിട്ടാണ് ഹമ പിടിച്ചെടുത്തത് എന്ന് HTS പ്രഖ്യാപിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ തന്നെയും റഷ്യ അവിടെ മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ വിമതസേന വലിയ ഒരു സംഘമായി അവിടെ നിന്ന് സിറിയൻ സൈന്യത്തെ ഓടിക്കുന്ന ഒരു കാഴ്ച. അത് മാത്രമല്ല, സൈനിക കേന്ദ്രം അവരിപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈനിക കേന്ദ്രത്തിലെ ആയുധങ്ങൾ ഇവരുടെ പക്കലാണ്. ഇതിനെയൊക്കെ അസദിന് ഇനി എങ്ങനെ നേരിടാൻ കഴിയും? ഒറ്റയ്ക്ക് നേരിടാൻ ഒരു തരത്തിലും കഴിയില്ലല്ലോ. അസദ് കഴിഞ്ഞ കുറെ കാലമായി പലരുടെയും തോളിൽ പിടിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് അസദിനെ താങ്ങി നിർത്തി ഇറാൻ അവരുടെ ഔദ്യോഗിക ഭരണകൂടം അസദിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വലിയ സഹായം കാലാകാലങ്ങളായി അസദ് ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ട്. മറുവശത്ത് ഏറ്റവും വലിയ ശക്തിയായി നിലകൊണ്ടത് ഹിസ്ബുള്ള തന്നെയായിരുന്നു. ഹിസ്ബുള്ള അത്ര നിസ്സാര മിലിഷ്യ അല്ല. ഇറാന്റെ പ്രോക്സികളാണ്. എത്ര മാത്രം ആയുധങ്ങൾ എത്തിക്കാൻ കഴിയുമെങ്കിലും അത്രമാത്രം ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് എക്കാലത്തെയും ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. റഷ്യൻ ആയുധങ്ങൾ, ഇറാന്റെ ആയുധങ്ങൾ ഹിസ്ബുള്ള എന്ന മിലിഷ്യകളുടെ എത്തിയാൽ അവർ സിറിയയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നതായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ റഷ്യയുടെ ഒരു വ്യോമ സംരക്ഷണ കവചം മാത്രം മതി. ബാക്കി പോരാട്ടം അത്രയും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടക്കും. മറുവശത്ത് ഇറാഖിലെ ഷിയ മിലിഷ്യകളുടെ നേതൃത്വത്തിൽ നടക്കും. ഇവർ സംരക്ഷണ കവചം ഒരുക്കി ഈ അസദ് ഭരണകൂടത്തിനെ തങ്ങളുടെ ഒരു പാവ ഭരണകൂടമാക്കി വെച്ചിരുന്നു. ഇതുവഴി ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത്, അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ലെബനൻ എന്നേക്കുമായി തങ്ങളുടെ കാൽക്കീഴിൽ വരുമെന്ന് ഹിസ്ബുള്ള കൃത്യമായി കണക്കുകൂട്ടി. ലെബനൻ മണ്ണ് തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ സിറിയയെ അവർ ചവിട്ടുപടിയാക്കി. അപ്പോൾ ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക്, അല്ലെങ്കിൽ ദമാസ്കസ് എയർപോർട്ടിലേക്ക് ഇറാനിൽ നിന്ന് നേരിട്ട് ആയുധങ്ങൾ എത്തുന്നു. അവിടെ നിന്ന് നേരെ ലെബനനിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ ഒരു വലിയ ലക്ഷ്യമുണ്ട്, ആത്യന്തിക ലക്ഷ്യം, ചെകുത്താൻ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം. അതിലേക്ക് ഹിസ്ബുള്ളയെ കൂടുതൽ സജ്ജമാക്കിക്കൊണ്ടിരുന്നു. അതിനുവേണ്ട ആയുധങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഈ മിസൈൽ ശേഖരം അത്രയും ലെബനനിലേക്ക് ഹിസ്ബുള്ള മാറ്റി. ഈ സിറിയയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഏകദേശം 100,000-ഓളം മിസൈലുകൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് എന്ന ആദ്യ വാർത്തകൾ. ഏകദേശം 15,000-ലേറെ റോക്കറ്റ് ലോഞ്ചറുകളുടെ കഥകൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത്ര വലിയ ആയുധ ശേഖരം, അത് നേരിടാൻ ഒരു പക്ഷേ ഇസ്രായേലിനെ പോലെ കരുത്തുറ്റ ഒരു സൈനിക ശക്തിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അടക്കമുള്ള സജ്ജമാക്കിയ സംവിധാനങ്ങൾ. അപ്പോൾ ഇതെല്ലാം 85% റോക്കറ്റ് ലോഞ്ചറുകളും മിസൈലുകളും തങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് ശേഷം ഇന്നലെ IDF പുറത്തുവിട്ട ചില വീഡിയോകൾ, ദൃശ്യങ്ങളുണ്ട്. അതിൽ അവശേഷിക്കുന്ന മിസൈൽ ശേഖരങ്ങൾ തങ്ങൾ റെയ്ഡ് നടത്തി അവ നിർവീര്യമാക്കുന്നുവെന്നാണ് IDF പറയുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയുടെ കൈവശം എവിടെ ആയുധങ്ങൾ ഉണ്ടെങ്കിലും അത് നിർവീര്യമാക്കാൻ കൂടി അവർ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുന്നു. 60 ദിവസം സേനാ സാന്നിധ്യമുണ്ട് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. IDFന്റെ സേനാ സാന്നിധ്യം അവിടെയുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേൽ നടത്തിയ ഈ വളരെ കരുത്തുറ്റ ഈ പോരാട്ടം തന്നെയാണ് ഹിസ്ബുള്ളയെ നിർവീര്യമാക്കിയത്. മറുവശത്ത് സിറിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹമാസുകാർ കൂട്ടത്തോട് ഓടി വരാറുണ്ടായിരുന്നു. ഹമാസ് എല്ലാ കാലത്തും സിറിയൻ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകി അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തിയവരാണ്. അപ്പോൾ ഇറാന്റെ പ്രോക്സികളൊക്കെ തളർന്നു വീണു. ഹിസ്ബുള്ളയ്ക്ക് അതിനുള്ള ആർജവമില്ല. ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ ഒരു സൈനിക കേന്ദ്രീകരണത്തിൽ ലെബനനിൽ ശ്രമിച്ചാൽ ഇസ്രായേൽ അടിച്ചിടും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച്
അവരുടെ സുരക്ഷയുടെ പേരിലാണ് ആക്രമണം നടത്തുന്നത്. അതിനെ തടയാൻ അസദിന് കഴിയില്ല. അപ്പോൾ തികച്ചും ദുർബലനായി നിൽക്കുകയാണ് ഇപ്പോൾ അസദ്. അവിടെയാണ് കൂടുതൽ അപകടം. അസദിനെ അത്രയേറെ സഹായിക്കാൻ റഷ്യൻ മിലിറ്ററിക്ക് കഴിയില്ല. റഷ്യ യുക്രൈനോട് പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. റഷ്യയെ സഹായിക്കാൻ ആദ്യഘട്ടത്തിൽ വാഗ്നർ ഗ്രൂപ്പിനെ അവർ ഇറക്കുമതി ചെയ്തു. ഇതേ വാഗ്നർ ഗ്രൂപ്പിനെ മുൻപ് സിറിയയിൽ എത്തിച്ചിരുന്നു റഷ്യ. പിന്നീട് വാഗ്നർ ഗ്രൂപ്പ് വിട്ട് ഉത്തര കൊറിയൻ കിം ജോങ് ഉന്നിന്റെ കൂലിപ്പട്ടാളത്തെ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പൊ അത്തരം മാർഗങ്ങളിലൂടെ ഏത് വിധേനയും പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുകയാണ് ഒരു വശത്ത് റഷ്യ. ഇവിടെ അവർക്ക് വലിയ തോതിൽ ഈ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുക വയ്യ. കാരണം അലപ്പോ നഗരം, അവിടെ വിമത സേന ആ നഗരം പിടിച്ചെടുത്തു എങ്കിലും അവിടെയുള്ള മനുഷ്യരെ ബന്ദികളാക്കിയിരിക്കുകയാണ്. അത് സിറിയൻ ഭരണകൂടത്തിന് കീഴിലുള്ള മനുഷ്യരാണ്. ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയതിന് സമാനമായ ആക്രമണം റഷ്യക്ക് അവിടെ നടത്താൻ കഴിയില്ല. ചില വിമത സേന സംഘാംഗങ്ങൾക്ക് നേരെ ലക്ഷ്യമിടാനല്ലാതെ ഒരു ജനതയുടെ നേർക്ക്, ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ നേർക്ക്, അല്ലെങ്കിൽ അവരുടെ ആസ്ഥാന മന്ദിരങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തുക റഷ്യക്ക് കഴിയില്ല. അത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അവിടെ വലിയ തോതിൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. സിറിയയിൽ തന്നെ കൂടുതൽ ആഭ്യന്തര യുദ്ധത്തിന് അത് വഴിതെളിക്കും. ജനങ്ങൾ ഒന്നാകെ ഇളകി അസദ് ഭരണകൂടത്തെ എന്നേക്കുമായി തൂത്തെറിയും. കാരണം റഷ്യ ആ തലത്തിലുള്ള ആക്രമണത്തിന് അസദിന് ഉപയോഗിക്കുക വയ്യ. പക്ഷെ തിരിച്ച് ഗസ മുനമ്പിലായാലും ലെബനനിലായാലും ഇസ്രയേൽ പ്രിസിഷൻ ആക്രമണങ്ങളാണ് ചെയ്തത്. അതിനവരെ സഹായിച്ചത് മൊസദിന്റെയും ഷിൻബെറ്റിന്റെയും ഒക്കെ ഈ രഹസ്യാന്വേഷണ വിഭാഗമാണ്. അവർക്ക് കൃത്യമായ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. അവരുടെ ഭാഷയിൽ ഇന്റൽ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എവിടെയാണ് ഹിസ്ബുള്ള കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഏത് ഭൂഗർഭ അറയിലാണ്, അത് ആ ഭൂഗർഭ അറ ആക്രമിക്കുന്ന ബോംബുകൾക്ക് തന്നെ അവർക്ക് കൃത്യമായി GPS ലൊക്കേഷൻ അതിൽ ചേർത്തുകൊണ്ട് കൃത്യമായ ആക്രമണം നടത്താൻ, കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമിലൂടെ പ്രിസിഷൻ ആക്രമണം നടത്താൻ കഴിയും. അത് അവർ തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾക്ക് റഷ്യക്ക് മാർഗമില്ല. പിന്നെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പൊ അവിടെ ഇല്ല. ഇറാഖിൽ നിന്നുള്ള മിലിഷ്യകളില്ല. ഈ സംരക്ഷണ കവചത്തിനുള്ളിൽ നിന്നിരുന്ന സിറിയൻ ഭരണകൂടത്തിന്റെ സൈന്യം എല്ലാ കാലത്തും ചെയ്തത് ഒരു വഴികാട്ടിയുടെ വേഷം മാത്രമായിരുന്നു. ഒന്നുകിൽ ഹിസ്ബുള്ളയെ കൂട്ടിക്കൊണ്ടുപോകുന്ന വഴികാട്ടികളായി സിറിയയുടെ ഔദ്യോഗിക സേന നിൽക്കും. അവർക്കത്ര പോരാട്ട വീര്യമൊന്നുമില്ല. ചുരുക്കത്തിൽ സ്വയം കൃതനാർത്ഥം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിൽ അസദ് ചെന്ന് പതിച്ചിരിക്കുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ അബു ജലാനി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ. പക്ഷേ ഇന്നിപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഹമ പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം ഒരു വാഹനത്തിൽ ഹമയിലൂടെ പോയി യാത്ര നടത്തി എന്നുള്ള ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നുണ്ട്. അത് അവരുടെ ചരിത്രമാണ്. കാരണം അൽ ഗുലാനി ഈ പ്രസ്ഥാനത്തിന് തുടക്കമായി HTS എന്ന ഈ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് രൂപം നൽകിയ അൽ ഗുലാനി, അയാൾ 2013 ഒരു അഭിമുഖത്തിന് തന്റെ മുഖം കാട്ടിയതല്ലാതെ പിന്നീട് അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടില്ലാരും. പിന്നീട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ശബ്ദരേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സ്കാർപ്പ് വെച്ച് മുഖമൊക്കെ മറച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്ന അൽ ഗുലാനിയെ കണ്ടിട്ടുള്ളൂ. അൽ ഗുലാനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ അതൊക്കെ ലോകത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള വിഷയങ്ങളാണ്. അതിന് സമാനമാണ് ജലാനിയുടെ കാര്യം. അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അവരെയൊക്കെ HTSനെ അടക്കം ഭീകര സംഘങ്ങളായി പ്രഖ്യാപിച്ചതാണ്. ജലാനിക്ക് അമേരിക്ക തന്നെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ മറ്റു ചില തലങ്ങൾ, അത് ഇസ്രയേലും ഭയപ്പെടുന്നു. ഇസ്രയേൽ പറയുന്നു അസദ് ഭരണകൂടം പിടിച്ചു നിൽക്കുക എളുപ്പമല്ല. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് സിറിയ പതിക്കുന്നതിൽ തങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് ഇസ്രയേൽ പറയുന്നതിനോട് എത്രമാത്രം യോജിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം അസദ് ഭരണകൂടം വീണാൽ ഈ വിമത സൈന്യത്തിന്റെ കയ്യിൽ സിറിയയെ ഒരു കാലത്തും അമേരിക്കയും ലോകരാജ്യങ്ങളും ഏൽപ്പിക്കില്ല. അവിടെ വീണ്ടും അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും സേന കടന്നു കയറുകയും വീണ്ടും ആ രാജ്യത്തിന്റെ ഭരണം മറ്റൊരു സംവിധാനത്തിലേക്ക് കൈമാറ്റപ്പെടുകയും ചെയ്യും. അമേരിക്കയ്ക്ക് തങ്ങളുടെ ചുവട് ഉറപ്പിക്കാൻ കഴിയണം മധ്യേഷ്യയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ലെബനൻ ഇത്തരത്തിൽ സങ്കീർണതകളിൽ നിൽക്കുന്നു. ഇറാഖിലെ ഷിയ മിലിഷ്യകൾ തലപൊക്കുന്നു. സിറിയ വീണ്ടും അശാന്തിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ ഇറാൻ തലപൊക്കാതിരിക്കണമെങ്കിൽ സിറിയയിലോ ഇറാഖിലോ പാശ്ചാത്യ ലോക സഖ്യത്തിന്റെ ചില സേനാ കേന്ദ്രങ്ങൾ ഉണ്ടാകണം. സിറിയയിലെ റഷ്യൻ കേന്ദ്രങ്ങൾ അവിടെ നിന്ന് അവർക്ക് തുരത്തുകയും ചെയ്യണം. അപ്പോൾ അതിനു പറ്റിയൊരു സാഹചര്യം സൃഷ്ടിക്കലാവും ഈ യുദ്ധതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉൾക്കാഴ്ച അമേരിക്കയെ സംബന്ധിച്ച്. ഇത് പക്ഷെ ഭീകരമായ, ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും കിരാതമായ ഒരു തന്ത്രമായിരിക്കും. കാരണം ഒരു ജനതയാണ് അവിടെ മരിച്ചു വീഴുന്നത്. തൂക്കിന് മുന്നിൽ തീരാൻ പോകുന്ന ലക്ഷങ്ങളാണ്. എത്ര
ആക്രമണങ്ങളില്, എത്രയെത്ര ഭീകര പ്രവർത്തനങ്ങളില്, നിഷ്ഠൂരമായ വംശഹത്യകളില് തകർന്നടിഞ്ഞൊരു ജനതയാണ് സിറിയ. ഒരു കാലത്ത് ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്ന്, നല്ല ക്രിസ്ത്യൻ സമുദായം ജനസാന്ദ്രതയിലും ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അതൊക്കെ ആ ജനങ്ങളെയൊക്കെ ഒഴിക്കപ്പെട്ട് അവരൊക്കെ യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ കുടിയേറിപ്പോയി. ഒരുപാട് പേർ വംശീയമായി ഉന്മൂലനം ചെയ്യപ്പെട്ടു. അത്രയ്ക്ക് ഒരു ഭീകരത നടമാടിയ ഒരു പ്രദേശമാണ്. പക്ഷെ സിറിയയിലെ ഈ പ്രശ്നങ്ങളിൽ ഇപ്പോൾ മറ്റൊരു തലത്തിൽ ഇസ്രയേൽ നേട്ടം കൊയ്യുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് അവർ കൈകാലിട്ടടിക്കുന്നു. പ്രോക്സികളെ സഹായിക്കാൻ കഴിയുന്നില്ല. തങ്ങൾക്ക് ആയുധങ്ങളുടെ സൂക്ഷിപ്പ് പുരകളൊക്കെ ഒരുക്കാൻ സഹായിച്ചിരുന്ന അസദ് ഭരണകൂടത്തെ അവർക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. ഇറാഖി മിലിഷ്യകളുടെ ബലഹീനത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇസ്രായേലിന് ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ അമേരിക്കയുടെയും ഒക്കെ എന്തെങ്കിലും ഗൂഢാലോചന ഇപ്പോൾ വിമതസേന തലപൊക്കിയതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കാനുള്ള കാരണം. അത്തരത്തിലൊരു സംശയത്തിലേക്ക് വരാൻ, അതായത് ഒരു കാരണങ്ങളായി പറയുന്നത് ഈ വിമത സംഘം ആഭ്യന്തര യുദ്ധം തുടങ്ങി വെക്കുന്നത് ലെബനനും ഇസ്രയേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിന് തൊട്ടടുത്ത ദിവസമാണ്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇറാനും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയം. അതുപോലെ തന്നെ റഷ്യക്ക് കൂടുതൽ സിറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതായത് യുക്രൈനുമായി യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇവർ ആ ഒരു കൃത്യസമയം നോക്കി തലപൊക്കുന്നതിൽ സംശയിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. കാരണം ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ യുദ്ധം തുടങ്ങി അന്ന് തന്നെ HTS കുറിച്ചിട്ടിട്ടുണ്ടാകും ഇതൊരു വെടിനിർത്തലിൽ എത്തുന്ന ആ ഘട്ടത്തിൽ തങ്ങൾ കയറി അടിക്കുമെന്ന്. അതാണ് നമ്മൾ കണ്ടത്. കാരണം ഹിസ്ബുള്ള എന്ന ഒരു ഭീകര സംഘത്തെ ഇസ്രയേൽ നിർവീര്യമാക്കിയതിന് തൊട്ടു പിന്നാലെ HTS കുതിക്കുന്ന കാഴ്ചയാണ്. അലപ്പോ നഗരം ആദ്യം അവരുടെ ഇദ്ലിബ് പ്രവിശ്യ പൂർണ്ണമായി ഏകദേശം 55ഓളം പ്രാദേശിക ഗ്രാമങ്ങളൊക്കെ ഉൾപ്പെടെ പ്രാദേശിക പ്രവിശ്യകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം ഇദ്ലിബ് പ്രദേശം. അത് പൂർണ്ണമായി ആ ഇദ്ലിബ് പ്രവിശ്യ പൂർണ്ണമായി അവർ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞ് അലപ്പോയിലേക്ക് കയറി. ഇപ്പൊ ഹമ, ഇനി അടുത്തത് ഹൗസ്, പിന്നീട് ദമാസ്കസ്. വളരെ എളുപ്പത്തിൽ അവർക്ക് തലസ്ഥാനം ലക്ഷ്യമിടാൻ കഴിയും. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കാൻ പക്ഷേ റഷ്യ അനുവദിക്കുമോ? ഡമാസ്കസിലേക്ക് കയറുന്ന ഒരു റഷ്യക്ക് പ്രത്യാക്രമണം വലിയ തലവേദന തന്നെയാണ്. കാരണം ജനതയുടെ മറവിലാണ് ഈ വിമതസേന മുന്നോട്ട് കുതിക്കുന്നത്. അവർക്ക് വലിയ തോതിൽ ഇപ്പോൾ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നു. ഈ സിറിയയില് ജനസംഖ്യ സുന്നികളാണ് കൂടുതൽ. ഈ ഇപ്പോൾ ഭരിക്കുന്ന ഈ ഷിയ ആൽബൈറ്റ് വിഭാഗം എന്ന് പറയുന്ന അസദിന്റെ കുടുംബക്കാര് അവർ വളരെ ചെറു ന്യൂനപക്ഷമാണ്. അവർ കാലാകാലങ്ങളായി വലിയ തോതിൽ അടിച്ചമർത്തലിലൂടെയാണ് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ ജനങ്ങൾ ഇതിനെതിരെ സിറിയയിൽ തന്നെ 2015 കാലഘട്ടത്തിൽ ഏകദേശം 55ഓളം വിമത സേനകളുണ്ടായിരുന്നു, വിമത ഗ്രൂപ്പുകൾ. ഇവരൊക്കെ പല തലങ്ങളിൽ നിന്ന് ഔദ്യോഗിക സേനയ്ക്കെതിരെ പൊരുതിയവരാണ്. പക്ഷെ അന്ന് അസദ് രക്ഷപ്പെട്ടത് 2012 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ വിമതസേനയുടെ മുന്നേറ്റമായിരുന്നെങ്കിൽ പിന്നീടുള്ള 4 വർഷം ഐസിസ് അൽ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ കലിഫേറ്റ് രൂപീകരിച്ച് സിറിയയിലെ വലിയ പ്രദേശങ്ങൾ അവരുടെ കീഴിലാക്കി. അതിനെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ 53 ലോകരാജ്യങ്ങൾ ആ ഐസിസിനെതിരെയുള്ള ഒരു പോരാട്ടം തുടങ്ങി. ആ ഘട്ടത്തിൽ കുർദ് സേന അമേരിക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നു. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഇന്നത്തെ ആ കുർദ് സേനയുടെ സഹായത്തോടെയാണ് അമേരിക്ക പൂർണ്ണമായി ഐസിസിനെ നിലംപരിച്ചാക്കിയത്. ഐസിസ് നിലംപരിച്ചായപ്പോൾ പിന്നീട് HTS ഇദ്ലിബ് കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ തുടർന്നു. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അവരുടെ മേഖലയിൽ ഊന്നി ആക്രമണങ്ങൾ തുടർന്നു. പക്ഷേ 2000 ഒരു വെടിനിർത്തൽ കരാർ, റഷ്യയും തുർക്കിയും മുൻകൈയെടുത്ത ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അതോടുകൂടി അവരവരുടെ സ്വാധീന മേഖലകൾ അവരവർ തുടരുക. HTS, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, ഇതിനിടയിൽ ഒരു ചെറിയ 2-3 പട്ടണങ്ങളുണ്ട്. അത് ടർക്കിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിമതസേന, ഔദ്യോഗിക സിറിയൻ ഭരണകൂടം. ആ ഇക്വേഷൻ, ആ ബാലൻസ് ആണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. ഇതിൽ സിറിയക്കെതിരെ ഈ HTS മുന്നോട്ടിറങ്ങിയതിൽ തുർക്കിക്കും വലിയ പങ്കുണ്ട്. കുർദ് വംശജരെ എല്ലാ കാലത്തും ലോകം ചതിക്കുകയാണ് ചെയ്തത്. കാരണം ഐസിസ് അസ്തമിച്ചു കഴിയുമ്പോൾ കുർദ് മേഖല അല്ലെങ്കിൽ കുർദിസ്ഥാൻ അവർക്ക് സ്വന്തമാകും എന്നവരെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് അത്ര വലിയൊരു യുദ്ധത്തിലേക്ക് അവരെ തള്ളിവിട്ടത്. പക്ഷെ അവരെ ചതിക്കുകയാണ് ലോകം ചെയ്ത്. അവർക്കൊരു കുർദിസ്ഥാൻ വീതം വെച്ചു കൊടുക്കാനുള്ള ആർജവം പിന്നീട് ലോകം കാട്ടിയില്ല. 2019 നമുക്കറിയാം കാലഘട്ടം. ട്രംപ് വലിയ വികാരം അമേരിക്കയിലുണ്ട്. ട്രംപ് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. എന്തിനാണ് അമേരിക്കൻ സേന ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി? അന്ന് വലിയ തോതിൽ സൗദി അറേബ്യക്ക് അവിടെ അമേരിക്കൻ സേനാ സാന്നിധ്യമുണ്ട്, വലിയ തോതിൽ അഫ്ഗാനിസ്ഥാനിലുണ്ട്.
പിന്നെ സിറിയ, ഇറാഖ് കേന്ദ്രീകരിച്ച് അമേരിക്കൻ സൈനികരുണ്ട്. അവിടെയൊക്കെ ഈ സൈനികർ എന്തിനാണ് ഇങ്ങനെ ജീവൻ കളയുന്നത് അമേരിക്കയുടെ സൈനികരുടെ എന്ന ചോദ്യം അമേരിക്കയിൽ ശക്തമായി ഉയർന്ന കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പും വരുന്നു. അപ്പോൾ പെട്ടെന്ന് ഐസിസ് വീണതോടെ എല്ലാം അവസാനിപ്പിച്ച് ട്രംപ് മടങ്ങി. തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെയായിരുന്നു അന്ന് അമേരിക്ക പിൻവാങ്ങിയത്. പക്ഷെ ഇപ്പോൾ അമേരിക്ക, പ്രത്യേകിച്ച് ട്രംപ് തിരികെ വരുമ്പോൾ, ഇറാനെ ഭയപ്പെടുത്തി നിർത്തണമെങ്കിൽ സിറിയൻ മണ്ണിൽ അവർക്കൊരു ചുവട് ഉറപ്പിക്കാൻ കഴിയണം. അവർക്ക് കൃത്യമായ സേനാ താവളങ്ങൾ വേണം. അതിനുള്ള ഒരു സുവർണാവസരമാണിത്. ഇതെല്ലാം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ആയുധ വ്യാപാരികളുടെയും യുദ്ധകുതിയന്മാരുടെയും ഒക്കെ തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത്തരം നിരപരാധികൾ മരിച്ചു വീഴുന്ന യുദ്ധക്കെടുതികൾ. ഇതിൽ ഇപ്പോൾ HTS വളരെ വലിയ രീതിയിൽ മുന്നേറുമ്പോൾ സുന്നി വിഭാഗങ്ങളായ അറബ് രാജ്യങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കാം? അല്ല, അറബ് രാജ്യങ്ങൾക്ക് ഇതിൽ അസദ് ഭരണകൂടത്തെ അനുകൂലിക്കാൻ കഴിയില്ല. കാരണം 2011 മുതൽ അവിടെ തുടങ്ങിയ ഒരു ആഭ്യന്തര യുദ്ധമുണ്ട്. ആ കാലഘട്ടത്തിൽ എത്രയോ ഈ വിമത പ്രതിഷേധങ്ങൾ ഉയർത്തിയ ജനങ്ങളെ നിഷ്ഠൂരം കൊന്നെറിഞ്ഞ കഥകൾ അതവർക്ക് 6 ലക്ഷത്തോളം ജനങ്ങളെയാണ് പലപ്പോഴായി ഒരു വശത്ത് ഐസിസ് കൊലപ്പെടുത്തിയത്, മറുവശത്ത് ഔദ്യോഗിക സേന കൊലപ്പെടുത്തിയത്. അന്ന് ഈ ടുണീഷ്യയിലും ഈജിപ്തിലുമൊക്കെ അറബ് വസന്തം തുടങ്ങിയ കാലഘട്ടം 2011. ടുണീഷ്യയിലും ഈജിപ്തിലുമൊക്കെ അത് വിജയിച്ചപ്പോൾ എന്തുകൊണ്ട് സിറിയയിൽ വിജയിച്ചില്ല എന്നതിന് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രതിഷേധം ഉയർത്തിയവരെ തോക്കിന് മുന്നിൽ തീർത്തുകൊണ്ടിരുന്നു അസദ് ഭരണകൂടം. അത്ര വലിയ ക്രൂരതയാണ് കാട്ടിയത്. കാരണം 1963 മുതലുള്ള സിറിയൻ ഭരണകൂടത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ വലിയ ജനാധിപത്യ ബോധമുള്ള ഒരു രാജ്യമായിരുന്നു. ഇവിടെ നിന്ന് ഈ അസദിന്റെ കുടുംബക്കാർ ഭരണം, ഫത്താ പാർട്ടി അവിടെ രൂപീകരിക്കുന്നു, അധികാരത്തിൽ വരുന്നു. പിന്നീട് അധികാരം മുഴുവൻ തങ്ങളുടെ കുടുംബത്തിലേക്ക് കേന്ദ്രീകരിച്ചു. 2011 ആയപ്പോൾ അവിടെ പണമുള്ളവർ, അസദുമായി ബന്ധപ്പെട്ട കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളും അവരുടെ ബന്ധപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ തീരെ ദരിദ്രരായി മാറുന്ന അവസ്ഥ. 2006 മുതൽ 2011 വരെ ആ രാജ്യം നേരിട്ട കൊടിയ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ. അതിൽ നിന്നായിരുന്നു 2011 ആഭ്യന്തര യുദ്ധം തുടങ്ങിയത്. അത് പക്ഷേ ഒരിക്കലും വിജയിക്കാത്ത, എന്നാൽ പല മേഖലകളും ഔദ്യോഗിക ഭരണകൂടത്തിന് നഷ്ടപ്പെടുത്തിയ ഒരു രാജ്യത്തെ ആകെ താറുമാറാക്കിയ ഒരു ആഭ്യന്തര യുദ്ധമാണ്. ആ ആഭ്യന്തര യുദ്ധത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഭീകരാവസ്ഥ, മിക്ക ലോകരാജ്യങ്ങളും അതിൽ ഇടപെട്ടു. ഒരു പരമാധികാര രാഷ്ട്രത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള 53 രാജ്യങ്ങളാണ് കടന്നു ചെല്ലുന്നത്. എന്നിട്ട് പിന്നീട് റഷ്യ അവരുടെ സൈനിക താവളം അവിടെ ഉറപ്പിച്ചു. ഇറാൻ തങ്ങളുടെ ചവിട്ടുപടിയാക്കി സിറിയയെ മാറ്റി. എന്തിനാണ്? ലെബനൻ കേന്ദ്രീകരിച്ച് തങ്ങളുടെ മിലിഷ്യകളെ വളർത്താൻ, ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് പോർമുനി ഒരുക്കാൻ. ഒരു വശത്ത് ഹിസ്ബുള്ള സിറിയയിൽ നിന്ന് ഗൊലാൻ കുന്നിനപ്പുറത്ത് പലപ്പോഴും ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ളയെ അവർ തോക്കിൻ മുന തിരിച്ചു വെച്ച് അവരെ അണിനിരത്തിയിരുന്നു അവിടെ. അപ്പോൾ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇറാനെ സംബന്ധിച്ച്. ലെബനനിൽ നിന്നും സിറിയയിലെ ഹിസ്ബുള്ള വിഭാഗങ്ങളിൽ നിന്നും കൂദികളിൽ നിന്നും ഗാസാമുനപ്പിലുള്ള ഹമാസുകാരിൽ നിന്നും ഒരുമിച്ച് തീമഴ പെയ്യിപ്പിച്ച് ഇസ്രായേലിനെ എന്നേക്കുമായി തീർത്തൊടുക്കുക എന്ന ലക്ഷ്യം. അത് ഇസ്രായേൽ അസാധാരണമായ കരുത്തിൽ, അസാധാരണമായ ശക്തിയിൽ തിരിച്ചടിച്ച് അതിനെയെല്ലാം ഇല്ലാതാക്കിയെന്ന് വേണം നമുക്കിവിടെ ഈ ഒരു കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ റഷ്യക്കും അതുപോലെ തന്നെ ഇറാനും അവരുടേതായ ചില നേട്ടങ്ങൾ സിറിയയിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ HTS എല്ലാം കടന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് ഡമാസ്കസിലേക്ക് മുന്നേറുമ്പോൾ ഇനി അസദിനെ സഹായിക്കാൻ ഇറാനാണെങ്കിലും റഷ്യക്കും എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം. അല്ല, റഷ്യക്ക് അത്ര എളുപ്പമല്ല. മറുവശത്ത് അസദ് ഭരണകൂടം വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ അസദ് ഭരണകൂടം വീണാൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല. അമേരിക്ക അപ്പോൾ തന്നെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന് വേണ്ട ആയുധങ്ങൾ കൈമാറും, വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകും. അവര് മറുവശത്ത് ആ കിഴക്കൻ മേഖലയിൽ നിന്ന് അവരും അവരുടേതായ രീതിയിൽ യുദ്ധം ആരംഭിക്കും. കുർദിസ്ഥാൻ രൂപീകരിക്കാനുള്ള ഏറ്റവും സുവർണ അവസരം അവരെ സംബന്ധിച്ച്. കുർദ് സേനകൾ വെറുതെ ഇരിക്കില്ല. അവർ പോരാട്ടത്തിൽ HTSനേക്കാൾ മികവുള്ളവരാണ്. ഒരു ലോകം കാണുന്ന ഏറ്റവും ഭയപ്പെടുന്ന ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് സിറിയ കടക്കുമോ? ഇതൊരു 3ാം ലോകയുദ്ധമായി പരിണമിക്കുമോ? കാരണം സിറിയൻ ഡെമോക്രാറ്റിക്കിനെ അവിടെ പിന്തുണയ്ക്കാൻ അമേരിക്ക എത്തിയാൽ, ഇപ്പുറത്ത് വിമത സേനകളെ പിന്തുണയ്ക്കാൻ ടർക്കി എത്തിയാൽ, ഔദ്യോഗിക ഭരണകൂടത്തിന് എന്ത് സഹായവും നൽകാൻ റഷ്യ എത്തിയാൽ, കാരണം കെമിക്കൽ ഫാക്ടറികൾ ഉൾപ്പെടെയുള്ളവ, രാസ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ അസദ് സൈന്യത്തിന്റെ കയ്യിലുണ്ട്. അവസാന നിമിഷം തങ്ങൾ പരാജയപ്പെടുന്നുവെന്ന് കണ്ടാൽ അതിമാരകമായി ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുമോ?
അപ്പോൾ ഭയപ്പെടേണ്ട ഒരു യുദ്ധാവസ്ഥയിലാണ്, ഒരു ഘട്ടത്തിലാണ് ലോകം. എന്തായാലും ഇപ്പോൾ സിറിയയിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം എന്നതിനപ്പുറത്തേക്ക് പല രാജ്യങ്ങളും കടന്നു വരുമ്പോൾ ഭീതിതമായ അന്തരീക്ഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. വീണ്ടും ഒരു കൂട്ടപ്പലായനം, അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ഓട്ടം, അതൊക്കെ തന്നെ ഉയർന്നു വരുമ്പോൾ വിമത സംഘം അതിനപ്പുറത്ത് എങ്ങനെയും അസദിനെ വീഴ്ത്തുക എന്നുള്ള ഒരു നീക്കവുമായി മുൻപോട്ട് പോകുമ്പോൾ ഡമാസ്കസിനടുത്തേക്ക് അവർ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ലോകത്തിന് കാണേണ്ടി വരുന്നു. സിറിയ വീണ്ടും ഒരു കലാപ ഭൂമിയായി മാറുന്ന കാഴ്ചയാണ് എങ്ങും ഉള്ളത്. എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം, വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് സിറിയൻ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം. നന്ദി, നമസ്കാരം.